പൊട്ടൂന്ന് വിചാരിച്ച കയറിയ പടമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇറങ്ങിയത്. ഇല്ല, പത്താൻ എങ്ങനെ നിരാശപ്പെടുന്നത്? 1000 കോടി കളക്ട് ചെയ്ത പടമല്ലേ? रिपब्लिक डे के लिए अच्छा है, इंडियन के लिए ആദ്യമായിട്ടാണല്ലോ പ്ലെയിൻ്റെ സംഭവം വരുന്നത്, നല്ല തന്നെ. കൊള്ളാം, നല്ല പടം എല്ലാം നന്നായിട്ടുണ്ട്. ആക്ഷൻസ് ആയാലും എല്ലാം ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. വാറിനേക്കാളൊക്കെ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ആക്ഷനൊക്കെ ആയിട്ട്, ആക്ഷനാണ് ഞാൻ നോക്കിയത്, അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. फाइटर मूवी अच्छा है भाई, बहुत मस्त फाइट सीन एंड डांस पूरा अच्छा लगा, मस्त लगा. एक्टिंग और सुपर बॉडी फिटनेस और दीपिका पादुकोण अच्छा. रिपब्लिक डे के लिए अच्छा है, इंडियन के लिए है ना, ऐसे ही एकजुट रहना चाहिए हम लोग को इंडिया में. കൊള്ളാം, ഇത് അടിപൊളി പടമാണ്. ക്ലൈമാക്സ് പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്, കൊള്ളാം, നല്ല മേക്കിംഗ്. മാർപ്പട്ടാണ് അത് ആ ഒരു ലെവൽ തന്നെയാണ്. കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആവുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്, കുറച്ച് ക്രിഞ്ചുണ്ട്, പക്ഷെ എന്നാലും ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ല, പത്താൻ എങ്ങനെ നിരാശപ്പെടുന്നത്? 1000 കോടി കളക്ട് ചെയ്ത പടമല്ലേ? അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി നല്ല ഫിലിമാണെന്ന് തോന്നുന്നു. ഫൈറ്റർ കൊള്ളാം, നല്ല സിനിമയാണ്. വാറിനെയും പത്താനേക്കാളിലൊക്കെ നല്ല സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. 3D അത്ര ഇല്ല, എന്നാലും കൊള്ളാം. 1000 കോടി അടിക്കാൻ അതൊന്നും അറിഞ്ഞൂടെ. ഫൈറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു, സൗണ്ട് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൃത്യറോഷ് നല്ല പടമായിരുന്നു. അങ്ങനെ വാറ് വെച്ച് നോക്കുമ്പോൾ അത്ര, പക്ഷേ കൊള്ളാം, ആദ്യമായിട്ടാണല്ലോ പ്ലെയിൻ്റെ സംഭവം വരുന്നത്, നല്ല തന്നെ. വർത്താണ്. ഫൈറ്റർ കിടിലം പടം, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറിയ ഒരു പടമാണ്, പക്ഷെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഋത്തിക് റോഷൻ്റെ ഒരു കംബാക്കും പിന്നെ സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ, കാരണം പത്താനിൽ കുറേ പ്രോബ്ലങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ, അതൊക്കെ തിരുത്തി നല്ലൊരു ഗംഭീര വർക്കായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഫൈറ്ററിലൂടെ തിരിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ ദീപിക പദുക്കോൺ ആയാലും അനിൽ കപൂർ ആയാലും അവർക്കെല്ലാം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഒരു ബോറടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, നല്ല എക്സൈറ്റ്മെൻറ്റ് മൂടി തന്നെയായിരുന്നു പടം കണ്ടത്. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരു രക്ഷയില്ല, അന്യായ മേക്കിങ്. പത്താനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈറ്റർ തന്നെയാണ് കിടിലം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഋത്തിക് റോഷൻ എന്താ അതിലൊക്കെ ഒരു ഗുമ്മില്ലായിരുന്നു. ഷാറുഖ് ഖാനെ കൊണ്ടുവന്നെങ്കിലും ഒരു ഫീലൊന്നും എനിക്കത് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ലെവലായിരുന്നു. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ വിന്നർ തന്നെയാണെന്ന് തോന്നുന്നു ആ പടം ഫൈറ്റർ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ല, അതൊക്കെ ചിലപ്പോൾ ബോറാവുമെന്നാണ് വിചാരിച്ചേട്ടോ, പക്ഷേ എല്ലാം പക്ക നല്ല ക്ലിയർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവം. ഋത്തിക്കല്ല അതിൽ വരുന്ന ഓരോ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസാണ്, ഭയങ്കരമായിട്ട് ഫീലിംഗ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം, ഭയങ്കരമായിട്ട്. ഇല്ല, അങ്ങനെ ഒന്നുമില്ല, അതൊന്നും ക്യാമ്പ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല പടത്തിൻ്റെ അകത്ത്. വേറെ പാട്ട് പേടിക്കേണ്ട, സെക്കൻഡ് പാർട്ടോ ഒന്നുമില്ല, പക്ഷേ ആ നിർത്തി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊട്ടൂന്ന് വിചാരിച്ച് കയറിയ പടമാണ്, പക്ഷേ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇറങ്ങിയത്. വാലിബിനെക്കാട്ടി മുകളിൽ നിൽക്കാൻ പടം, കാരണം അത്ര രീതിക്കുള്ള മേക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. അങ്ങനത്തെ രീതിയൊന്നുമില്ല. ഇത് വേറൊരു രീതിയാണ്. ബോളിവുഡ് ആകുമ്പോൾ ഏത് ലെവലിൽ പോകും. വിജയൊക്കെ അന്ന് കൊണ്ട് ദുരന്തമാക്കി കളഞ്ഞാണ് നെൽസൺ. അല്ലായിരുന്നെങ്കിൽ അത് വേറെ ലെവൽ കൊണ്ടുവരുന്ന സീനൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഋത്തിക്ക് കൊണ്ടുപോയി ഉറപ്പിച്ചു.